So, engineering mechanics, it is a branch of physics which deals with the study of behavior of a body when the body is at rest or in motion. Engineering mechanics divided into statics and dynamics. The study of body at rest is known as statics, whereas the study of body in motion is known as dynamics. Dynamics is further divided into kinematics and kinetics. It is a branch of physics which deals with the study of behavior of the body at rest or in motion. The study of body at rest is known as statics, whereas the study of bodies in motion is called dynamics. Dynamics is further divided into kinetics and kinematics. Okay, അപ്പോൾ ഇതാണ് മെക്കാനിക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സിനെ ഡിവൈഡ് ചെയ്തിട്ട് കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും മോഷനെ പറ്റിയാണ് പറയുക. വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഫോഴ്സിനെ പറ്റി ഒന്നും അവിടെ പറയില്ല. എന്നാൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നമ്മൾ എപ്പോഴും പഠിക്കുക ഫോഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ദ സ്റ്റഡി ഓഫ് എ ബോഡി ഇൻ മോഷൻ when the force which caused the motion are not considered is called kinematics. If the force are considered for the body in motion, it is called kinetics. Okay. ഇപ്പോൾ ഒരു കാറ് മറ്റൊരു കാറിനെ പിടിക്കുന്ന ചേസ് ചെയ്ത് പിടിക്കുമല്ലോ ഒരു റിലേറ്റീവ് വെലോസിറ്റിയിൽ. അപ്പോൾ അത് എത്ര സമയം കൊണ്ട് ഈ കാർ അതിനെ പിടിക്കും? എത്രയാണ് വെലോസിറ്റി? മുന്നിൽ പോകുന്ന കാറിൻ്റെ വെലോസിറ്റി എത്രയാണ്? പിറകെ വിടുന്ന കാറിൻ്റെ വെലോസിറ്റി എത്രയാണ്? എത്ര സമയം കൊണ്ട് പിറകിലത്തെ കാർ മുന്നിലത്തെ കാറിനെ പിടിക്കുന്നു? അതേമാതിരി ഒരു കള്ളൻ എന്ന് പറയാം, അങ്ങനെ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുന്നു, പിറകിലൊരു പോലീസ് ജീപ്പ്, പോലീസ് പിറകെ തന്നെ ചേസ് ചെയ്യുന്നു. അപ്പോൾ പോലീസുകാരെ ഈ ഷൂട്ട് ചെയ്യുന്നു അവിടെ. അപ്പോൾ ആ ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഗണ്ണിലെ ബുള്ളറ്റ് എത്ര സമയം കൊണ്ട് കള്ളൻ്റെ ബോഡിയിലേക്ക് പെനിട്രേറ്റ് ചെയ്തു, ആ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് നമ്മൾ കൈനമാറ്റിക്സിലാണ് പഠിക്കുക. കൈനറ്റിക്സിൽ മീൻസ് ഫുൾ ഫോഴ്സ് മാത്രം. ഒരു കാറ് മറ്റൊരു കാറിനെ വലിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഫോഴ്സ് എത്രയാണ്? അല്ലെങ്കിൽ ഒരു വെള്ളത്തിൽ കൂടി ഒരു ബോട്ട് യാത്ര ചെയ്യുന്ന ആ ബോട്ട് എന്താ പറയണ്ടേ, വെള്ളത്തിൻ്റെ ഫ്ലോന് ക്രോസായിട്ട് ബോട്ട് മൂവ് ചെയ്യുന്ന വിചാരിക്കുക, മറ്റേ തൊട്ടടുത്ത കരയിലേക്ക്. അപ്പോൾ എത്ര സമയം കൊണ്ട് ബോട്ട് അവിടെ എത്തും? അതെല്ലാം നമ്മൾ പഠിക്കുന്നത് കൈനമാറ്റിക്സിലാണ് പഠിക്കുക. ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം പഠിക്കുന്നത് കൈനറ്റിക്സിലാണ്. ഓക്കെ, അതാണ് വേണ്ടി നമ്മുടെ വ്യത്യാസം. ഓക്കെ, ഇനി ലോസ് ഓഫ് മെക്കാനിക്സ്. ഈ മെക്കാനിക്സിൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക്സ്, മെക്കാനിക്സിൻ്റെ ബേസ് എന്ന് പറയാം, ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഒന്ന് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, ന്യൂട്ടൺസ് തേർഡ് ലോ, ഗ്രാവിറ്റേഷണൽ ലോ, പാരലലോഗ്രാം ലോ, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി ഓഫ് ഫോഴ്സസ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷണൽ ലോ, പാരലലോഗ്രാം, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്മിസിബിലിറ്റി, TRANS MISSI BILITY. ഓക്കെ, ഇതാണ് ലോസ് ഓഫ് മെക്കാനിക്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ്, എന്താണ് ഇനേർഷ്യ? ഈ ലോസ് ഓഫ് മോഷനൊക്കെ പഠിക്കുന്നതിന് മുന്നിലായിട്ട് നമ്മൾ എന്താണ് ഇനേർഷ്യ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. ഇനേർഷ്യ മീൻസ് ഇറ്റ് ഈസ് ദ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി, INHERENT പ്രോപ്പർട്ടി ഓഫ് ദി ബോഡി. ഓക്കെ, ഇൻഹറൻറ്റ് മീൻസ് ബോഡി. ഇൻഹറൻറ്റ് എന്ന് വെച്ചാൽ അതിന് ശരിയായ അർത്ഥം എക്സിസ്റ്റിംഗ് സംതിങ് ആസ് പെർമനൻറ്റ് എന്നുള്ള മീനിങ് ആണ് ഇൻഹറൻറ്റ് പറഞ്ഞാൽ. എക്സിസ്റ്റിംഗ് സംതിങ് ആസ് പെർമനൻറ്റ് എന്ന് വെച്ചാൽ ആ ബോഡീൻ്റെ അകത്തുള്ള എന്താ പറയണ്ടേ, ലാക്ക് ഓഫ് എബിലിറ്റി എന്ന് പറയാം. അതായത് വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടായാൽ മാത്രമേ ആ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തിടത്തോളം കാലം പറ്റില്ല. അതായത് ആ ബോഡീൻ്റെ അകത്തുള്ള ക്യാരക്ടർ, ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതാണ്. ഫോഴ്സ് മീൻസ് വാട്ട്? Inertia means it is the inherent property of the body. Force means it is
സംതിങ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദി കണ്ടീഷൻ ഓഫ് ഇനേർഷ്യ. ഇപ്പോൾ ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്ന സമയത്ത് ആ ബസ് സ്റ്റേഷനറിയിലാണ് ഉള്ളത്. അപ്പോൾ ആ ബസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇനേർഷ്യ അറ്റ് റെസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ആ ഇനേർഷ്യ അറ്റ് റെസ്റ്റ് ഉള്ള ബസ്സിനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ ആ ഇനേർഷ്യ അറ്റ് റെസ്റ്റ് എന്ന് പറയുന്ന ആ കണ്ടീഷനെ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു എക്സേർട്ട് സം ഫോഴ്സ്. സോ അതാ പറയുന്നത് ഫോഴ്സ് ഈസ് സംതിങ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദി കണ്ടീഷൻ ഓഫ് ഇനേർഷ്യ. ഓർ വി ക്യാൻ സേ ദാറ്റ് force is an agent which changes the condition of motion. Force is an agent which changes the condition of motion. Force means what? നമ്മൾ മുന്നേ പ്ലസ് വൺ പഠിച്ചിട്ടുണ്ട്. ഫോഴ്സ് മീൻസ് ഇറ്റ് ഇസ് ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അല്ലേ? ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ആ ബോഡിക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? മൊമെൻറ്റം ഉണ്ടാവും. മൊമെൻറ്റം മീൻസ് മാസിൻ്റെ വെലോസിറ്റി അല്ലേ? അതല്ലേ നമ്മൾ നൊട്ടേഷൻ. പി ഈസ് ഈക്വൽ ടു മൊമെൻറ്റം കേട്ടിട്ടില്ലേ? പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി എന്ന് പറയും. ഇതാണ് മൊമെൻറ്റം. ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സസ് ഏതൊക്കെയാണ്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്, പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ, ലൈൻ ഓഫ് ആക്ഷൻ, സെൻസ് ഓഫ് ഫോഴ്സ്. സെൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒന്നിക്ക് പുഷാവാം അല്ലെങ്കിൽ പുള്ളാവാം. ഇപ്പോൾ ഇവിടെ ഇപ്പം ഒരു കാറിന് ഒരു ലോറി വലിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പുഷാണ്. അപ്പോൾ സെൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് പുഷാണ്. കാറിൻ്റെ എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഹൂക്കുള്ളത്. അവിടെയാണ് അപ്പോൾ അവിടെ കാറിൻ്റെ മുകളിൽ കണ്ടില്ലേ? അവിടെ കാറ് വെച്ച് കെട്ടിയിട്ടാവുള്ളൂ. ആ പോയിൻ്റാണ് ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നതാണ് ഹൂക്ക്. അവിടെയാണ് ഹൂക്കുള്ളത്. അവിടെയാണ് നമ്മൾ ഒരു റോപ്പ് വെച്ചിട്ട് വലിക്കുന്നുള്ളത്. അപ്പോൾ എത്ര ഫോഴ്സിലാണ് വലിക്കുന്നത്? ഒരു 50 ന്യൂട്ടൺ ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈക്വൽ ടു 50 ന്യൂട്ടൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ എക്സാമ്പിളാണ്. സോ ദിസ് ഈസ് 50 ന്യൂട്ടൺ. ഈ 50 ന്യൂട്ടൺ എന്ന് പറയുന്നതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ്. ഈ ക്യാപിറ്റൽ ലെറ്റർ എ എന്ന് പറയുന്നത് പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. ഈ ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് എത്ര ആംഗിളിലാണ് ഇത് വലിക്കുന്നത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ലൈൻ ഓഫ് ആക്ഷൻ. ഓക്കെ, സെൻസ് ഓഫ് ഫോഴ്സ്, വെദർ ഇറ്റ് ഈസ് പുൾ ഓർ പുഷ്. അപ്പോൾ ഇത്രയും 4 മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മളൊരു ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കണം. ഒരു ഫോഴ്സ് എന്ന് ഒരാൾ പറയുമ്പോൾ ഓർമ്മിക്കണം. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ പറയണം. അപ്പോൾ നിങ്ങൾ ചോദിക്കണം എത്രയാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ എവിടെ നിന്നാണ്, ലൈൻ ഓഫ് ആക്ഷൻ എത്രയാണ്, എത്ര ആംഗിൾ, സെൻസ് ഓഫ് ഫോഴ്സ് ഏതാണ്, വെദർ ഇറ്റ് ഈസ് പുൾ ഓർ പുഷ്. സോ അതാണ്. അപ്പോൾ ഇനേർഷ്യ മീൻസ് ഇറ്റ് ഈസ് സംതിങ്, ഇറ്റ് ഈസ് ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ബോഡി. ഒരു ബോഡി അല്ലെങ്കിൽ ഒരു ബസ്, ആ ബസ്സിനെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും ആ ബോഡി അല്ലെങ്കിൽ ആ ബസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റിലാണ് ഉള്ളത്. ഇനി അല്ല, ഒരു ബസ്സിനെ മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ആ ബോഡി, ആ ബസ്സിനുള്ള ഈ ബസ് ഇപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷനിലാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ഓഫ് മോഷനുള്ള ഒരു ബസ്സിനോട് നിങ്ങൾ പോയിട്ട് പറയുന്നത് ബസ്സേ ഒന്ന് നിങ്ങൾ നിർത്തുമോ, ഡ്രൈവറോടല്ല ബസ്സിനോടാണ് പറയുന്നത്. അപ്പോൾ ബസ് നിങ്ങളോട് പറയും സൗകര്യമില്ല എന്ന് പറയും. കാരണം ബസ് ഭയങ്കര മടിയനാണ്. കാരണം ബസ് ഓൾറെഡി മോഷനിലാണ് ഉള്ളത്. അപ്പോൾ ബസ്സിനോട് നിങ്ങൾ ഒന്നും കൂടി പറയും ബസ്സേ ഒന്ന് നിൽക്കുമോ, ഇല്ല നടക്കൂല പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സിങ് അപ്ലൈ ചെയ്യും. ഓക്കെ, അത് ബസ്സിൻ്റെ കേസിൽ പറ്റില്ല. കാരണം ബസ്സിന് ഇനേർഷ്യ വളരെ കൂടുതലാണ്. കാരണം മാസ് വളരെ കൂടുതലാണല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സൈക്കിളിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഒരു ബൈക്ക്, ആ ബൈക്ക് ഇങ്ങനെ സൈക്കിൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുമ്പോൾ സൈക്കിൾ കേൾക്കാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സൈക്കിൾ നിർത്തിക്കാൻ പറ്റും. അപ്പോൾ ദ ഫോഴ്സ് ഈസ് സംതിങ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദി കണ്ടീഷൻ ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. സൈക്കിൾ സ്റ്റേഷനറിയിലുള്ള സമയത്ത് സൈക്കിൾ പറയും, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നു ഇനേർഷ്യ ഓഫ് റെസ്റ്റിലുള്ള സൈക്കിൾ. ഒരു സൈക്കിൾ മോഷൻ ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടേയിരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയും ആ സൈക്കിൾ എന്ന് പറയുന്നത് ഇനേർഷ്യ ഓഫ് മോഷനിലാണ് ഉള്ളത്. ഇനി നിങ്ങൾ സൈക്കിളിനോട് പറയുന്നു സൈക്കിളെ ഒന്ന് നിർത്തുമോ, സൈക്കിൾ പറയുന്നില്ല ഞാൻ പോയിക്കൊണ്ടേയിരിക്കുന്നു പറയുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. സോ ഫോഴ്സ് ഈസ് സംതിങ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ കണ്ടീഷൻ ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനി വാട്ട് ആർ ദി മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോഴ്സസ്, അതും മനസ്സിലായി. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു ലോറി, ഒരു ബൈക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ബൈക്കിനെ നിർത്താൻ പറ്റും. പക്ഷേ ഒരു ലോറീനെ നിങ്ങൾക്കൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് നിർത്താൻ പറ്റുമോ? ഒരിക്കലുമില്ല. എന്തുകൊണ്ടാണ്? കാരണം ലോറീൻ്റെ ഇനേർഷ്യ കൂടുതലാണ്.
ഇനേർഷ്യ കൂടുതലാണെന്ന് എങ്ങനെയാണ് പറയുക? കാരണം ലോറീൻ്റെ മാസിനാണ്. ഇനേർഷ്യ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ മാസാണ്. മാസ് കൂടുതലുള്ള ഒരു ഓബ്ജക്റ്റിന് ഇനേർഷ്യ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ലോറീൻ്റെ കേസിൽ മാസ് വളരെ കൂടുതലാണ്. അതായത് മാസ് നമ്മൾ വെയിറ്റും വളരെ കൂടുതലായിരിക്കും. W=m/g അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ലോറീൻ്റെ ഇനേർഷ്യ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ലോറീൻ്റെ നിർത്തിക്കാൻ പറ്റില്ല, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അന്ന് സൈക്കിളിൻ്റെ കേസിൽ അങ്ങനെയല്ല, ഇനേർഷ്യ കുറവാണ്, മാസ് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് ചെറിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാകുമ്പോൾ സൈക്കിളിനെ നമുക്ക് നിർത്താൻ പറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇനേർഷ്യ ഓൾവേസ് ഡിപ്പെൻഡ്സ് ഓൺ മാസ്. ഇനേർഷ്യനെ ബ്രേക്ക് ചെയ്യാൻ എന്ത് വേണം? ഫോഴ്സ് വേണം. ഇനി ലെറ്റ് us discuss about ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. എന്താണെന്ന് നോക്കാം. എ ബോഡി അറ്റ്, അതാണ് ഇപ്പം ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. എ ബോഡി അറ്റ് റെസ്റ്റ് വിൽ റിമൈൻ അറ്റ് റെസ്റ്റ്. ഓക്കെ, എ ബോഡി ഇൻ മോഷൻ വിൽ കീപ്പ് ഓൺ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഒരു ബോഡി റെസ്റ്റിലുള്ള സമയത്ത് റെസ്റ്റിൽ തന്നെ നിൽക്കും. ബോഡി വെറും മടിയനാണ്. ബോഡി റെസ്റ്റിലായ ബോഡിയോട് മോഷൻ മൂവ് ചെയ്യാൻ പറഞ്ഞാൽ ബോഡി കേൾക്കില്ല, ഇല്ല മൂവ് ചെയ്യില്ലാവർ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ബോഡി മൂവ് ആവും. അതേമാതിരി മൂവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയോട് അനങ്ങാണ്ടിരിക്കാൻ പറഞ്ഞാൽ ബോഡി കേൾക്കില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡീനെ നമ്മൾ സ്റ്റേഷനറി കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അതുതന്നെയാണ് ലോ ഓഫ് മോഷനിലുള്ള ലോ ഓഫ് ഇനർഷ്യയിൽ പറയുന്നത് തന്നെയാണ്. എ ബോഡി അറ്റ് റെസ്റ്റ് വിൽ റിമൈൻ അറ്റ് റെസ്റ്റ്. എ ബോഡി ഇൻ മോഷൻ വിൽ കീപ്പ് ഓൺ മൂവിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്താണ്? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫോഴ്സ് ആക്ട് ഓൺ ഇറ്റ് ആൻഡ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. എന്താണ്? The rate of change of momentum of a body is directly proportional to the force act on it and it takes place in the direction of the forces. Okay. For example, ഒരു ബോഡി ഓഫ് മാസ് എം ആണെന്ന് വിചാരിക്കുക. ആ മാസ് എം മൂവ് ചെയ്തിരിക്കുന്ന വെലോസിറ്റി v1 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മൊമെൻറ്റം എത്ര വരിക? P1 = m/v1. ഓക്കെ, ഇനി ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വെലോസിറ്റി എന്തായി മാറി v1 അത് v2 ആയി മാറി. അപ്പോൾ മൊമെൻറ്റ് എത്രയായി മാറി? m/v2 ആയി മാറി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരിക? P2 - P1. അപ്പോൾ P2 - P1 ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം വരിക. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മതി, എ ബോഡി ഓഫ് മാസ് എം മൂവിങ് വിത്ത് വെലോസിറ്റി v1. അപ്പോൾ എത്ര മൊമെൻറ്റം? m/v1 ആണ് മൊമെൻറ്റം. അപ്പോൾ P1 = m/v1. ഇനി ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഫോർ ടൈം ടി, ഒരു ടി സെക്കൻഡിലേക്ക് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എന്തായി മാറി? v1 എന്ന് p2 ആയി മാറി. അപ്പോൾ എത്ര ന്യൂ മൊമെൻറ്റം? P2 = m/v2 ആയി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റ് എത്ര വരിക? P2 - P1. അപ്പോൾ m/v2 - m/v1. അപ്പോൾ m/v2 - v1 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് എന്തായി മാറി? റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ടൈം വരും. m/v2 - v1 / t9. ഓക്കെ, അപ്പോൾ v2 - v1/t എത്ര? വെലോസിറ്റി / ടൈം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. +1 ആക്സലറേഷനാണ്. സോ എഫ് പ്രൊപ്പോർഷണൽ ടു m/a എന്ന് എഴുതാം. സോ അതിന് നമുക്ക് എങ്ങനെ എഫ് = കോൺസ്റ്റൻറ്റ് k × m എന്ന് എഴുതാം. വേർ k ഈസ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയും. അത് അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വി ക്യാൻ റൈറ്റ് എഫ് പ്രൊപ്പോർഷണൽ ടു ma. According to Newton's second law, we can write F proportional to ma. So F is equal to a constant k into ma, where k is called a constant of proportionality. Okay. അപ്പോൾ നമുക്കറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ് അല്ലേ? അപ്പോൾ എന്താണ് ന്യൂട്ടൺ എന്ന് വെച്ചാൽ മാസിൻ്റെ ആക്സിലറേഷൻ. മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാമാണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ m/s² ആണ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ എന്താ? അതായത് 1 m/s² ആക്സിലറേഷൻ, 1 m/s² ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം മാസിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? അതാണ് 1 ന്യൂട്ടൺ. 1 m/s² ആക്സിലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം മാസിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? അതിനെ നമ്മൾ പറയുന്ന പേരാണ് 1 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂട്ടൻ്റെ ഡെഫിനിഷൻ. 1 ന്യൂട്ടൺ ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഫോഴ്സ് വിച്ച് ഗിവ്സ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 m/s² ടു എ മാസ് ഓഫ് 1 kg. 1 Newton is defined as that force which gives an acceleration of 1 m/s² to a mass of 1 kg.
അതാണ് ന്യൂട്ടൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എന്ന് വന്നു. ഇനി എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എത്ര 1 കിലോഗ്രാം, ആക്സലറേഷൻ എത്ര 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അങ്ങനെ കെ ഈക്വൽ ടു എന്ത് വന്നു? കെ ഈക്വൽ ടു 1 വരും അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ ആണ്. എം 1 kg, എ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി 1 ന്യൂട്ടൺ കിട്ടിയില്ലേ? അപ്പോൾ 1 ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1 ഇൻറ്റു 1. അപ്പോൾ കെ ഈക്വൽ ടു 1 വന്നില്ലേ? ആ കെ ഈക്വൽ ടു 1 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് കിട്ടുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ് നമ്മൾ എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിൽ കൂടി ഒരു ബോഡിയുടെ മാസം എം v1 പോകുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, വെലോസിറ്റി മാറി v2 ആവുന്നു. അപ്പോൾ അത്ര മൊമെൻറ്റം എം ഇൻറ്റു v2 ആയി. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം p2 മൈനസ് v1, എം ഇൻറ്റു v2 മൈനസ് v1. റേറ്റ് ഓഫ് ചേഞ്ച് ആകുമ്പോൾ എം ഇൻറ്റു v2 മൈനസ് v1 ബൈ ടി എം ഇൻറ്റു എ. അപ്പോൾ അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്കെന്താ പറയാം? എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് momentum of a body is directly proportional to the force act on it and it takes place in the direction of force. അപ്പോൾ F proportional to K into F proportional to M എന്ന് പറയാം. ഓക്കെ, അപ്പോൾ F is equal to a constant K into M A where K is called a constant of proportionality അല്ലേ? അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു എന്താ പറയുന്നത്? ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു P2 മൈനസ് P1 അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു P2 എം ഇൻറ്റു v2 മൈനസ് v1 ഡിവൈഡ് ബൈ ടി. അപ്പോൾ എഫ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എ. എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം എ. സോ എഫിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ നമുക്കറിയാം. സോ എന്താണ് 1 ന്യൂട്ടൺ? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സലറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് 1 കിലോഗ്രാം മാസിൽ എത്ര ഫോഴ്സ് കൊടുക്കണം? അതാണ് 1 ന്യൂട്ടൺ. അപ്പോൾ എഫ് ഇസ് ഈക്വൽ ടു എഫ് പ്രൊപ്പോർഷണൽ ടു എം എ. എഫ് ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു എം എ. പുട്ട് എഫ് ഇസ് ഈക്വൽ ടു 1 ആൻഡ് എം ഇസ് ഈക്വൽ ടു 1 ആൻഡ് എ ഈക്വൽ ടു 1. അങ്ങനെ കെ ഈക്വൽ ടു 1 കിട്ടി. ആ കെ ഈക്വൽ ടു 1 എടുത്തിട്ട് എഫ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗോട്ട് ദി എക്സ്പ്രഷൻ എഫ് ഇസ് ഈക്വൽ ടു എം എ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്ന് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ് ന്യൂട്ടൺ തേർഡ് ലോ? ടു എവറി ആക്ഷൻ ദർ ഇസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻസ്. അപ്പോൾ എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ മീൻസ് ഇറ്റ് ഈസ് ദി ഇൻഹറൻറ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ബോഡി. ഓക്കെ, ഒരു മടിയനായിട്ടുള്ള ഒരാളെ അവസ്ഥ, അതന്നെ ഇനേർഷ്യ. ഫോഴ്സ് മീൻസ് ആ ഇനേർഷ്യനെ ബ്രേക്ക് ചെയ്യാൻ ഫോഴ്സ് വേണം. ഇപ്പോൾ ഒരു ബോഡി സ്റ്റേഷനറി ആണെങ്കിൽ നമ്മൾ പറയും ഇനേർഷ്യ, ആ ബോഡി ഇനേർഷ്യ അറ്റ് റെസ്റ്റ്. ഇനി ഒരു ബോഡി മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ പറയും ആ ബോഡി ഇനേർഷ്യ ഓഫ് മോഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റിലുള്ള ബോഡീനെ നമുക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോഡീനെ നമ്മൾ റെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കണം. So force is something it can change the condition of inertia. So what are the main characteristics of forces? Magnitude of force, point of application, line of action, sense of force. എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? എന്താണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ? എന്താണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ? എന്താണ് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻസ് എങ്ങനെയാണ് ഡെറൈവ് ചെയ്തത്? എന്താണ് 1 ന്യൂട്ടൺ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഈ നോട്ട്സ് മാതിരി ഈ ബോർഡിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. അതാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കണം. നെക്സ്റ്റ് ലെറ്റ് us ഡിസ്കസ് അബൌട്ട് പാരലലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ്. എന്താണ് പാരലലോഗ്രാം? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അത് പാരലലോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനാണ്. സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എക്സാമിന് ചോദിക്കും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 ഫോഴ്സസ് F1 ആൻഡ് F2, അതാണ് 2 ഫോഴ്സസ് എന്ന് പറയുന്നത്, ആക്ടിങ് അറ്റ് എ പോയിൻറ്റ്, അത് O എന്ന് പറയുന്ന പോയിൻ്റ് നിന്നാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. O എന്ന് പറയുന്ന പോയിൻറ്റ്, O എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്, ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പിന്നെ പറയാം. തൽക്കാലം ഇപ്പോൾ അത് മനസ്സിലാക്കുക. അത് വ്യക്തപരമായിട്ട് കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ് പോയിൻ്റ് ഒബ്ജക്റ്റ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിൻറ്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ by the 2 adjacent sides of a parallelogram, then the resultant capital letter R is represented in magnitude and direction by the diagonal of the parallelogram passing through that point. That point എന്ന് പറയുന്നത് O എന്ന് പറയുന്ന പോയിന്റ് ഒബ്ജക്റ്റ്. ഓക്കെ, so it states that if 2 forces F1 and F2 acting at a point are represented in magnitude and direction, അത് ഇത്ര 50 ന്യൂട്ടൺ ആണെങ്കിൽ ഇത്ര ന്യൂട്ടൺ, ഡയറക്ഷൻ എത്ര ആംഗിളിൽ, അതാണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ, ഇഫ് 2 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ആർ റെപ്രസെൻറ്റഡ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ
by the two adjacent sides of a parallelogram, then the resultant capital letter R is represented in magnitude and direction by the diagonal of the parallelogram passing through that point. അപ്പോൾ ഇവിടെ ഇപ്പോൾ F1 F2 രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 50യും 60യോ അത്ര F1 = 50 ആണെങ്കിൽ F2 = 80യോ അത്രയും ആണെങ്കിൽ അത് എക്സാമിന് ക്വസ്റ്റ്യനിൽ തരും. അതാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ പറയുന്നത് ആ രണ്ടും നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്. അപ്പോൾ എത്ര ഒരു 60 ഡിഗ്രി ആംഗിളിലാണ് രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് O എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്, ഒരു കാറോ എന്നൊരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങനെയും വലിക്കുന്നത് അങ്ങനെയും വലിക്കുന്നുണ്ട്, രണ്ട് ഡയറക്ഷനിലായിട്ട് ഇത്ര ആംഗിളിൽ. അങ്ങനെയാകുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് എങ്ങനെ മൂവ് ചെയ്തു, ഇങ്ങനെ മൂവ് ചെയ്യോ, ഇങ്ങനെ മൂവ് ചെയ്യോ, ഇങ്ങനെ മൂവ് ചെയ്യോ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് എന്താണെന്ന് അറിയണം. ആ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻസ് എന്താണെന്ന് നമ്മൾ അറിയണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ നമ്മുടെ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്ലേസിൽ നമുക്ക് എത്തിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ലോ എന്ന് ഉള്ള കാര്യം വ്യക്തപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് ടു ഫോഴ്സസ് F1 and F2 ആക്ടിങ് അറ്റ് എ പോയിന്റ് represented in magnitude and direction by the two adjacent sides of a parallelogram, then the resultant capital letter R is represented in magnitude and direction by the diagonal of the parallelogram passing through that point. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ R ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിട്ടില്ല, കണ്ടോ, ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, മറ്റേ ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. അതിനായിട്ട് നമ്മൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ രണ്ട് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഈ റിസൾട്ടൻ്റ് ഫോഴ്സും ഈ കാണുന്ന F1 എന്ന് പറയുന്ന ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച് ചോദിക്കും, എന്തുകൊണ്ട് ഈ ആംഗിളായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ എടുത്തുകൂടെ എന്ന് ചോദിക്കും. പക്ഷേ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ജനറലായിട്ട് ഏത് ഫോഴ്സാണോ കൂടുതൽ ആ ഫോഴ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ പാരലോഗ്രാം ലോ ഓഫ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഡെറിവേഷനാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കൺസിഡർ ദി പാരലോഗ്രാം OACB as shown in figure. Okay, let OA, OB represent the forces F1 and F2 acting at a point capital letter O. The diagonal OC represent resultant capital letter R. From C, ഈ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് കണ്ടോ, സി കണ്ടില്ലേ, ഫ്രം ദ പോയിന്റ് C